അപ്പോൾ മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാനുള്ള കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വർഷം പഠിക്കേണ്ട കുറച്ച് ഇമേജറീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇമേജറീനെ പറ്റി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടി വീഡിയോ ആയിരിക്കും, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇമേജറി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, യെസ്. അതുപോലെ തന്നെ നമ്മുടെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത എക്സാമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടെ അധികം പോർഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കുറച്ചും കൂടെ ടഫായിട്ട് തന്നെയാണ്, ലെവൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ടഫായിട്ടുള്ള ലെവലിലാണ് വരാൻ പോകുന്നത് നമ്മുടെ എക്സാംസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക, ഏതെങ്കിലും ഒരു സോഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം നമ്മുടെ എക്സാം ഇന്ന ഫാമിലി നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. നമ്മുടെ ആൽഫ ബാച്ചിലോട്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ക്ലാസ്സിൻ്റെ PDF നോട്ട്സ്, വർക്ക് ഷീറ്റ്സ്, അതുപോലെ ക്ലാസ്സിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ എക്സാംസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൽഫ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫീ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. യെസ്, നമുക്ക് ഇമേജറി എന്ന് പറയുമ്പോൾ മെൻ്റൽ പിക്ചേഴ്സ് എന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഇമേജറി എന്ന് പറയുമ്പോൾ മെൻ്റൽ പിക്ചേഴ്സ് ആണ്. ഇപ്പോൾ ഒരു കവിത വായിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോസ് വായിക്കുകയാണ്, നമുക്ക് കുറച്ച് മെൻ്റൽ ഇമേജസ് വരും. ഓക്കെ, ഒരു ലൈൻ വായിക്കുമ്പോൾ ആ ഒരു വിഷ്വൽ നമ്മൾ കാണുന്ന പോലെയൊക്കെ തോന്നും അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത പോലെയോ കേട്ടതുപോലെയോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയാണ് ഇമേജറി എന്ന് പറയുന്നത്. സിംപ്ലി പറയുമ്പോൾ അങ്ങനെയാണ് മീനിങ്. ഈ ഇമേജറിയിൽ തന്നെ കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ കോമൺ ആയിട്ടുള്ളതാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ സൈറ്റാണ് വരുന്നത്, അതായത് കാഴ്ച. നമ്മുടെ കാഴ്ചയെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഏത് സെൻസിനെയാണ് കാഴ്ച എന്ന് പറയുന്നത്, ആ ഒരു സെൻസിനെയാണ് അല്ലെങ്കിൽ ഐസിനെയാണ് അവിടെ അപ്പീൽ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു സെൻസിനെയാണ് അവിടെ അപ്പീൽ ചെയ്യുന്നത്. ഒരു ലൈൻ വായിക്കുന്നത് നമുക്ക് കണ്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിഷ്വൽ ഇമേജറി ആണ്. യെസ്, ഇവിടെ നോക്കി, വേർഡ്സ് ദാറ്റ് മേക്ക് us see something in our mind. നമ്മുടെ മൈൻഡിൽ എന്തോ കാണുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വിഷ്വൽ ഇമേജറി ആണ്. എക്സാമ്പിൾ നോക്കിക്കേ, ഒരു ഗോൾഡൻ സൺസെറ്റ് പെയിന്റഡ് സ്കൈ വിത്ത് ഓറഞ്ച് ആൻഡ് പിങ്ക്. അപ്പം ഇങ്ങനെ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട്. ഓറഞ്ചും പിങ്കും കളറുള്ള സ്കൈ അല്ലെ, സൺസെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബീച്ച്, അങ്ങനെ കുറച്ചൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതെന്താണ്? വിഷ്വൽ ഇമേജറിക്ക് എക്സാമ്പിളാണ് കേട്ടോ. നമ്മൾ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിഷ്വൽ ഇമേജറിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വിഷ്വൽ ഇമേജറി ആണ്. ദ ഗോൾഡൻ സൺ റോസ് സ്ലോലി അബൌവ് ദ മൗണ്ടെയിൻസ് എന്താണ്? വിഷ്വൽ ഇമേജറിക്ക് എക്സാമ്പിളാണ്. സൺറൈസിനെയാണ് പറയുന്നത് അല്ലേ. റെയിൻബോ സ്പ്രെഡ് ഇറ്റ്സ് 7 കളേഴ്സ് അക്രോസ് ദ സ്കൈ. ഇതും വായിക്കുമ്പോൾ റെയിൻബോ അതിൻ്റെ 7 കളേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ദെൻ ദ ക്ലാസ് റൂം വാൾസ് വെർ കവേർഡ് വിത്ത് ബ്രൈറ്റ് ചാർട്ട്സ്. ഒരു ക്ലാസ് റൂം വോള് അതിൽ നിറയെ ബ്രൈറ്റ് ചാർട്ട്സ് ഉണ്ട്. ദെൻ ദ റിവർ സ്പാർക്കിൾഡ് അണ്ടർ ദ മൂൺലൈറ്റ്. മൂൺലൈറ്റ് ഉണ്ട് റിവർ, റിവറിൽ എന്തുണ്ട്, ആ ഒരു മൂൺലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, നല്ല വെട്ടി തിളങ്ങുന്ന വെള്ളം. യെസ്, ഇതൊക്കെ നമുക്ക് എന്താണ് മനസ്സിൽ കാണുന്ന പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെ വിഷ്വൽ ഇമേജറിക്ക് എക്സാമ്പിളാണ്, സിമ്പിളാണ്. നെക്സ്റ്റ് വൺ ആണ് ഓഡിറ്ററി ഇമേജറി. എന്താണ്? സൗണ്ടാണ് വരുന്നത്. ഇവിടെ സൗണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കേൾക്കുന്ന പോലെ, മേക്ക് us hear sounds in our mind. നമ്മുടെ മൈൻഡിൽ കേൾക്കുന്ന പോലെ. ഇപ്പോൾ ഒരു കുയിലിൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ കുക്കു അല്ലേ, കൂ, ആ ശബ്ദം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ കേട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഓഡിറ്ററി ഇമേജറിക്ക് എക്സാമ്പിളാണ്. ഇപ്പോൾ നോക്കി, ദ ലീവ്സ് റസിൽഡ് ആസ് ദ വിൻഡ് വിസ്പേർഡ് ത്രൂ ദ ട്രീസ്. ട്രീസിൻ്റെ ഇടയിൽ കൂടെ കാറ്റ് കടന്നു പോയപ്പോൾ ഇലകളുടെ മർമ്മര ശബ്ദം കേട്ടു. നമുക്കറിയാം ഇലകളൊക്കെ അനങ്ങുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കരിയിലകളുടെ ശബ്ദം, അതും നമുക്കറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കേട്ടതുപോലെ, റസലിങ്ങും വിസ്പറിങ്ങും കേട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓഡിറ്ററി ഇമേജറിക്ക് എക്സാമ്പിൾ ആണ്. ഇതാ വേറെ കുറച്ച് എക്സാമ്പിൾസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ തണ്ടർ റോഡ് ഇൻ ദ ഡാർക്ക് നൈറ്റ്. എന്താണ്? ഡാർക്ക് നൈറ്റിൽ തണ്ടറിൽ ഇടിവെട്ട്, ആ ശബ്ദം. ബേർഡ്സ് ചോപ്ഡ് ഹാപ്പിലി ഇൻ ദ മോർണിംഗ്. രാവിലെ ആ സമയത്ത് പക്ഷികളുടെ ഒരു ശബ്ദം, കലപ്പിലെ ശബ്ദം അത്. പിന്നെ ദ ഡ്രം ബീറ്റ്സ് എക്കോഡ് ത്രൂ ദ ഹാൾ. ഒരു ഹാളിൽ ഡ്രം ബീറ്റ്സ് ഇങ്ങനെ എക്കോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രം ബീറ്റ്സ്, നമുക്ക് ആ ഒരു ഡ്രമ്മിൻ്റെ ബീറ്റ് അത് നമുക്ക് കേട്ട പോലെ ഫീൽ ചെയ്യും. ദ ബേബി ലാഫ്ഡ് വിത്ത് എ സ്വീറ്റ് ഗിഗിൾ. ഓക്കെ, ബേബീസിൻ്റെ ആ ഒരു പൊട്ടിച്ചിരി ഉണ്ട്, അങ്ങനത്തെ ഒരു ചിരിയുണ്ട്, കുലുങ്ങിയുള്ള ചിരി. അപ്പോൾ ആ ഒരു ഗിഗിൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഓഡിറ്ററി ഇമേജറിക്ക് എക്സാമ്പിളാണ്, സിമ്പിളാണ്. നെക്സ്റ്റ് വൺ ആണ് ടാക്ടൈൽ ഇമേജ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ്? ടച്ചിനെ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെയാണ് കാണിക്കുന്നത്.
നമ്മുടെ സ്കിന്ന് ഒരു സെൻസ് ഓർഗനാണ് അല്ലേ. നമുക്ക് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ടച്ച് ഉണ്ട്, പല ടെക്സ്ചേഴ്സ്, ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ടച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, വാട്ട്സ് ദാറ്റ് മേക്ക് us ഫീൽ ടെക്സ്ചേഴ്സ്, ടെമ്പറേച്ചർ ഓർ പ്രഷർ. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അത്? ടാക്ടൈൽ ഇമേജറി ആണ് കേട്ടോ. ദ റഫ് ബാർക്ക് സ്ക്രേപ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് പാം. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്താണ് റഫായിട്ടുള്ള ആ ഒരു ബാർക്ക് സ്ക്രാപ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? പരിപരുത്തതാക്കിയിട്ടുള്ള ആ ഒരു ടച്ചിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റഫ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഫെദർ ടച്ച് എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫെദർ ടച്ച് ഈ പറയുന്ന ടാക്ടൈൽ ഇമേജറിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബീസിൻ്റെ സ്കിന്നിൽ എങ്ങനെയായിരിക്കും തൊടുമ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കോൾഡ്, ഹീറ്റ്, ഇതൊക്കെ എന്താണ് നമ്മൾ ടാക്ടൈൽ ഇമേജറിക്ക് എക്സാമ്പിളാണ്. ദ സാൻഡ് ഫെൽറ്റ് ഹോട്ട് അണ്ടർ ഹിസ് ബാർ ഫീറ്റ്. നമ്മുടെ ഹോട്ടായിട്ട് അത് ചൂട് ഫീൽ ചെയ്യുന്നു. അതുപോലെ കിറ്റൻസ് ഫർ വാസ് സോഫ്റ്റ് ലൈക്ക് എ കോട്ടൺ. ഓക്കെ, കിറ്റൻ എന്താണ്? നമ്മുടെ പൂച്ചക്കുട്ടിയിലെ പൂച്ചക്കുട്ടീൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രോമം തൊടുമ്പോൾ എങ്ങനെയായിരിക്കും? ദ സ്റ്റോൺ വാൾ ഫെൽറ്റ് റഫ് ടു ദ ടച്ച്. റഫായിട്ടുള്ള ഒരു ഫീലിങ്ങിനെ പറയുന്നുണ്ട്. ദ ഐസ് ക്യൂബ് മെൽറ്റഡ് കോൾഡ് ഇൻ ഹർ ഹാൻഡ്. ഐസിൻ്റെ ആ ഒരു കോൾഡ് ആയിട്ടുള്ള ഫീലിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടാക്ടൈൽ ഇമേജറിക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതുപോലെ വേറെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, സ്മെല്ലുണ്ട് അല്ലേ. ടേസ്റ്റിന് നമ്മൾ ഗസ്റ്റേറ്ററി എന്ന് പറയും, ഗസ്റ്റേറ്ററി ഇമേജറി എന്ന് പറയും. അപ്പോൾ സ്മെല്ലിന് നമ്മൾ ഓൾഫാക്ടറി എന്ന് പറയും. ഓക്കെ, നമ്മൾ നല്ല സാമ്പാറിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ പായസത്തിൻ്റെ സ്മെല്ല്, ബിരിയാണിൻ്റെ സ്മെല്ല്, അതൊക്കെ എന്താണ് നമ്മുടെ ഓൾഫാക്ടറി ഇമേജറിക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിനാണ് ഗസ്റ്റേറ്ററി ഇമേജറി എന്ന് പറയുന്നത്. സ്വീറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേസ്റ്റ്, ഇതിനൊക്കെ എന്ത് പറയും? ഗസ്റ്റേറ്ററി ഇമേജറിയുടെ അണ്ടറിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമേജറീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് പഠിക്കാനായിട്ട് മെയിനായിട്ട് വരുന്ന 3 ഇമേജറീസ് ആണ് മിസ് ഇവിടെ പറഞ്ഞത്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഓരോ പോംസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇനിയുള്ള എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട 3 ഇമേജറീസ് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ലാസ്റ്റ് പഠിച്ചിട്ട് ടാക്ടൈൽ ഇമേജറിക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള വരുന്ന 2 സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇപ്പോൾ തന്നെ കോമൻറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് വീഡിയോ വേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ വീഡിയോൻ്റെ താഴെ അറിയിക്കുക കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.